സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലും വേറെ. അപ്പോൾ എന്തായാലും ശരി, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്തൊക്കെയോ നേടുമെന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ ലഡുവൊക്കെ കാത്തു വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ സാധിച്ചു കളയാമെന്നും പറഞ്ഞു. എന്തായാലും BJPക്ക് വലിയ മെച്ചമൊന്നുമില്ലെങ്കിലും തെറ്റായ നേരത്തേക്കാൾ കൂടുതലായിട്ട് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കൃസംഖി ചാനലുകൾ ഇവിടെ ഒരുപാട് ജനങ്ങളെ മുൻനിലയിൽ നിർത്തുന്ന രീതിയിലാണ് പ്രവചനങ്ങൾ നടത്തിയത്. എന്തായാലും ശരി, നമ്മളെ ശ്രീലേഖ IPS തോക്കാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിലാണെന്നാണ് ഇതുവരെയുള്ള റിസൾട്ട് വെച്ച് നോക്കുന്നത്. എന്തായാലും പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. അപ്പോ പാലാ മുനിസിപ്പാലിറ്റി ജോസ് കെ മാണിയുടെ വാർഡിലാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ കോർപ്പറേഷൻ മൊത്തത്തിൽ 6 എണ്ണമാണ്. 6 എണ്ണത്തിൽ 3 എണ്ണത്തിൽ UDF-ഉം 3 എണ്ണത്തിൽ LDF-ഉം ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവാം. ഇങ്ങനെ മാറ്റം മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനനുസരിച്ചേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. NDAക്ക് ഒരു കോർപ്പറേഷനിലും ലീഡില്ല. മുനിസിപ്പാലിറ്റിയിൽ കൂടുതലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അത് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനായിരുന്നാലും ഈ മുനിസിപ്പാലിറ്റിയിൽ UDF-ന് മെച്ചമാണ് കിട്ടുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 30ഓളം മുനിസിപ്പാലിറ്റി LDF-ഉം 48ഓളം മുനിസിപ്പാലിറ്റിയിൽ UDF-ഉമാണ് മെച്ചപ്പെട്ട്, അതായത് ലീഡ് ചെയ്യുന്നത്. ഒരെണ്ണം NDAക്കും കിട്ടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ 8 എണ്ണം UDF-നും 4 എണ്ണം LDF-ഉമാണ് ലീഡ് ചെയ്യുന്നത്. അവിടെ NDAക്ക് ലീഡ് ചെയ്യുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 64 സ്ഥലത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്, 61 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു. ഒരു മുനിസിപ്പാലിറ്റിയിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് എടുക്കുമ്പോൾ 328 സ്ഥലങ്ങളിൽ 328 ഗ്രാമപഞ്ചായത്ത് LDF ലീഡ് ചെയ്യുന്നു. 292 സ്ഥലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. 32 സ്ഥലങ്ങൾ NDA ലീഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അതായത് BJP പിടിക്കുമെന്ന് പറഞ്ഞ 2 കോർപ്പറേഷനുകളാണ്, ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും. എന്തായാലും തിരുവനന്തപുരത്ത് യാതൊരു കാരണവശാലും BJP വരാൻ യാതൊരു സാധ്യതയില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്തായാലും റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ദീപക് പേട്ടയിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് വിജയാശംസ തേടുക. കാരണം BJP-യെ അതായത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം. ഇന്ത്യയിലായിരുന്നാലും ശരി, കേരളത്തിൽ പ്രത്യേകിച്ച്. കേരളം എന്ന് പറയുന്ന ലോകത്ത് എല്ലാത്തിനും മാതൃകയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ കേരളം ലോകത്തിന് മാതൃകയാവണം. ഇവിടെ വർഗീയ ശക്തികൾ ഉണ്ടാവാൻ പാടില്ല. വർഗീയമായ വേർതിരിവ്, വർഗീയമായ ചേരിതിരിവ്, വർഗീയ കലാപങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസ സമ്പന്നരും അല്ലേ നമ്മള്. കേരളക്കാർക്ക് അപമാനമല്ലേ ഈ BJP സംഘപരിവാർ കൃസംഖികൾ കാണിച്ചു കൂട്ടുന്നത്. കാരണം വടക്കേ ഇന്ത്യൻ ഗോസാവന്മാര് ചാണകമോ മൂത്രമോ എന്തോ കുടിച്ചോണ്ട് പോട്ട്, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചാണകസംഖ്യയാണെന്ന് നിങ്ങൾ വിളിച്ചോളൂ എന്ന് ചില പ്രമുഖന്മാര് പറയുമ്പോൾ നമ്മൾ സ്വയം പരിഹാസ്യരാവേണം. എന്നെ ചാണകസംഖ്യ എന്ന് നിങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ അധികാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വാർഡിൽ സീറ്റ് കിട്ടാൻ വേണ്ടി, ഒരു MLA ആവാൻ, അല്ലെങ്കിൽ BJP-യുടെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ് ഈ ലോകത്തുണ്ടാക്കിയിട്ട് എന്താണ് നേട്ടം? എന്താണ് ഇത്? ആരെങ്കിലും മരിക്കുമ്പോൾ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കേരളീയരാണ്. നമുക്ക് നമ്മുടേതായ ഒരു വിലയും നിലയും ലോകത്ത് എവിടെ പോയാലും ഉണ്ട്. ഞാൻ ചാണകസംഖ്യയാണെന്ന് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ അപ്പൊ മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചു എന്ന് കാണിക്കുന്നതാണ്. എന്തായാലും ശരി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, യാതൊരു കാരണവശാലും ഈ സംഘിക്കൂട്ടങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് നമ്മളെ കേരളത്തിൽ വർഗീയമായ വേരത്തിൽ വേണ്ട. അതായത് മനുഷ്യന് ഇഷ്ടമുള്ള മതം വിശ്വസിച്ചോട്ടെ, മനുഷ്യന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അവൻ പ്രവർത്തിച്ചോട്ടെ, ആശയങ്ങൾ കൊണ്ട് നേരിടണം. മതം ഏതായാലും ശരി, മനുഷ്യൻ നന്നായാലും. നമ്മുടെ ശ്രീനാരായണ പറഞ്ഞിട്ടുണ്ട്, മദ്യം കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്.
ഇതൊക്കെ പറയുന്ന ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആ SNDP നേതൃത്വത്തിൽ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, അവന്റെ മെയിൻ കച്ചവടം എന്ന് പറയാതിരിക്കാനൊക്കില്ല. ഏത് പറഞ്ഞാലും വർഗീയ ഫാസിസ്റ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ പറയുന്ന രണ്ടു പേരാണ്. ഒന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ, രണ്ട് പൂഞ്ഞാർ കഴുത, മൂന്ന് വിഷകല എന്ന് പറഞ്ഞ ശശികല. അപ്പൊ ഇവര് മൂന്ന് പേരും വലിയ കുഴപ്പക്കാരാണ്. ഇങ്ങനെയുള്ളവര് കേരളത്തിൽ എങ്ങനെ ജനിക്കാനിടയായി? പിന്നെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വയസ്സായി, ബുദ്ധിസ്ഥിരതയില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ എഴുതി കാണിക്കുന്നതോ അയാൾ ഇങ്ങനെ പറയുന്നതാണ്. അയാളെ മെയിൻ എന്ന് പറയുന്നത് കള്ള് കച്ചവടമാണ്. കള്ള് കച്ചവടം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കാൻ, ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാനാണ്. ഒരു സമൂഹത്തെ, അതായത് യുവതലമുറയെ വഴിപിഴപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ പലിശയ്ക്ക് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ ഉള്ള നേതൃത്വം കൊടുക്കണോ SNDPക്ക്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതായത് ഈഴവ സമുദായക്കാർ നിർബന്ധമായിട്ടും അയാൾ കുറെ പണം കൊണ്ടും കുറെ ആളുകളെ കൊണ്ടുമാണ്, കുറെ ശിങ്കിടികളെ കൊണ്ടുമാണ് ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അയാളെ മാറ്റി നല്ല വിദ്യാഭ്യാസം, വിവരമുള്ള, അന്തസ്സും അഭിമാനമുള്ള, നല്ല ബോധമുള്ള, സംസ്കാര സമ്പന്നനായ ഒരു ഈഴവ സമുദായ അംഗം ആ സമുദായത്തിലില്ലേ? അവര് നിങ്ങളാക്കണം. അവരെ ആക്കിയിട്ട്, അതായത് ഒരു സ്ഥലത്ത് കൂടെ കൂടണ്ട, ഒന്നിലും സ്വതന്ത്രമായ നിലപാടെടുക്കണം. പിന്നോക്ക സമുദായങ്ങള്, ദളിത് വിഭാഗങ്ങളും എല്ലാം എന്തെല്ലാം അവശതകളും കഷ്ടതകളും നേരത്തെ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഈഴവ നേതാവ് ഉണ്ടാകണം ഇനി. അങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അപ്പോ അതിനുവേണ്ടി ഈഴവ സമുദായം പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് അത് പറയാനല്ല, പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ പറയാതിരിക്കാൻ നോക്കില്ല. എന്തായാലും കേരളത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ റിസൾട്ട്, സമ്മതിദാനാവകാശം വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് കേരളക്കാർ വിനിയോഗിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും LDFും UDFും NDAയും അങ്ങനെ കാര്യമായ രീതിയിൽ തന്നെയാണ് പയറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള ഈ കൃസംഖികൾ പറഞ്ഞതുപോലെ NDAക്ക് വലിയ മെച്ചമൊന്നുമില്ല. ചെറിയ സ്ഥലങ്ങളിൽ കുറച്ച് സീറ്റുകൾ പിടിക്കും. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 6-6-6, LDFന് 6, UDF 6, NDA 6, അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, കുറച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുന്നതിനാന്ന് വെച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. എന്തായാലും ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകളും മംഗളാശംസകളും നേരുന്നു. ആവശ്യമില്ലാതെ ലഡുവൊക്കെ വാങ്ങിച്ച് തിരുവനന്തപുരത്ത് കാത്തിരുന്ന ഈ സംഖ്യകളൊക്കെ നാണം കെട്ടയാണ്. അതായത് IPS കാരി ചാടി കളിച്ച എന്തോ ഒരു വൃത്തികേടായിരുന്നേ. ഒരു IPS കാരെയൊക്കെ ഒരു വാർഡിൽ ഇലക്ഷന് നിന്നിട്ട് അവിടെ കിടന്ന് നിന്ന് ഇത്രയും വയസ്സായിട്ട് ഇത്രയും ബുദ്ധി, അതായത് ഒരു IPS കാരെയാണ്. എങ്ങനെ ഇവരൊക്കെ DGP ആയി എന്നുള്ളതാണ്. ഈ പണ്ട് കാലത്തിന് IPS ഒക്കെ കൊണ്ടുവച്ച് എഴുതിയ ഏതെങ്കിലും സ്വാധീനത്തിൽ ജയിച്ചാണെന്നൊന്നും എന്തായാലും നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും മതേതരത്വ കേരളം, ആ മതേതരത്വം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFോ UDFോ ആരോ വരട്ടെ, എന്തായിരുന്നാലും ശരി, യാതൊരു കാരണവശാലും വർഗീയ ശക്തികൾക്കും, വർഗീയത വിളമ്പുന്നവർക്കും, വർഗീയ വേദനയിൽ ഉണ്ടാക്കുന്നവർക്കും, വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവർക്കും, വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർക്കും, വിഷം ചീറ്റുന്നവർക്കും നിങ്ങൾ ആരും നിങ്ങളുടെ സമ്മതിദാനാവകാശം കൊടുക്കരുതേ. ഇനിയിപ്പോ അടുത്തത് നിയമസഭാ ഇലക്ഷൻ വരെയാണ്. നമ്മൾ എല്ലാവർക്കും മാതൃകയാവണം. അപ്പൊ അങ്ങനെയുള്ളവരെ ഒതുക്കി നിർത്തണം. അധികാരം എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും, പറയാനൊക്കില്ല. അതായത് LDF UDF, ഒരു 5 വർഷം LDF ആണ് ഭരിക്കുന്നത്, 5 വർഷം UDF ഭരിക്കുക, അങ്ങനെ തന്നെ പോകണം. അല്ലാതെ ഒരേ പാർട്ടി അല്ലെങ്കിൽ ഒരേ മുന്നണി തന്നെ അധികാരത്തിൽ ഇരിക്കാതിരിക്കുന്നതാണ് കേരളത്തിനും ജനാധിപത്യത്തിനും നല്ലത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.